പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ ചിലർ ആട് മേയ്ക്കുന്ന തൊഴിൽ ചെയ്തു വന്നു. ദിവസവും അവർ ആടുകളെ മലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോയി അവറ്റകളെ മേയ്ക്കുന്നത് ശീലമാക്കിയിരുന്നു. ആട് മേയ്ക്കുന്നവർ വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരുന്ന് വൈകുന്നേരം ആടുകളെയും കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോകുമായിരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ഒരു ആട് മേയ്ക്കുന്നവന്റെ മകൻ വന്ന്, അച്ഛാ, ഇന്ന് എന്നെയും കൊണ്ടുപോകാമോ? ഞാനും വരാം എന്ന് പറഞ്ഞു. അതിന് ആട് മേയ്ക്കുന്നവൻ, വേണ്ട മോനെ, നിന്റെ കൂടെ കളിക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല, ബോറടിക്കും. പക്ഷെ ആ കുട്ടി പറയുന്നതനുസരിക്കാതെ, വേണ്ട, ഞാനും അച്ഛന്റെ കൂടെ വരും എന്ന് വാശി പിടിച്ചു. അവന്റെ വാശി സഹിക്കവയ്യാതെ ആട് മേയ്ക്കുന്നവൻ ശരി വാ എന്നും പറഞ്ഞ് അവനെയും കൊണ്ടുപോയി ആട് മേയ്ക്കാനായിട്ട്. മലമുകളിലെത്തിയപ്പോഴേക്കും ആ ചെറിയ കുട്ടിക്ക് അവിടം വല്ലാതെ അങ്ങിഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം കളിച്ചുകൊണ്ടിരുന്ന അവന് സൂര്യൻ തലമുകളിലെത്തിയപ്പോഴേക്കും ആ കുട്ടിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അവന്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവൻ അവിടെ വല്ലാതെ ബോറടിക്കാൻ തുടങ്ങി. കുറച്ചു സമയം അവിടെയും ഇവിടെയും നടന്ന് സമയം കളഞ്ഞു. എന്നാൽ അതിനുശേഷം അവൻ വല്ലാതെ ക്ഷീണിതനാവാൻ തുടങ്ങി. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് അവൻ തന്നെത്താൻ ആലോചിച്ചു. മനസ്സിലൊരു ഐഡിയ തോന്നിയതുപോലെ അവന്റെ അച്ഛനോട് എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കാൻ തുടങ്ങി. അവന്റെ അലറൽ ശബ്ദം കേട്ട ആട് മേയ്ക്കുന്നവരെല്ലാം കയ്യിൽ കിട്ടിയ വെട്ടുകത്തിയും കോടാലിയും ഒക്കെ എടുത്തോണ്ട് വേഗം അവിടേക്ക് വരാൻ തുടങ്ങി. അവിടെ പോയി നോക്കിയതിനു ശേഷമാണ് മനസ്സിലായത് അവിടെ പുലിയൊന്നും വന്നിട്ടേ ഇല്ലെന്ന്. ചതിക്കപ്പെട്ട അവർക്ക് വല്ലാതെ ദേഷ്യം വന്നു. അത് കണ്ട ആ കുട്ടിക്ക് നല്ല തമാശ തോന്നി. ചതിക്കപ്പെട്ട ദേഷ്യത്തോടെ അവരെല്ലാവരും തിരിച്ചുപോയി. ഈ കളി ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ചെറിയ കുട്ടി എന്ന് പറഞ്ഞ് വീണ്ടും ഒച്ചവെക്കാൻ തുടങ്ങി. വീണ്ടും പുലിയാണ് വന്നതെന്ന് കരുതിയ ആ ആട് മേയ്ക്കുന്നവർ വീണ്ടും അതുപോലെ തന്നെ വേഗം ആ സ്ഥലത്തേക്ക് പോയി. ഇപ്പോഴും അവിടെ പുലിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ട അവർക്ക് മുൻപത്തേക്കാൾ കൂടുതൽ ദേഷ്യം വന്നു. ആ ചെറിയ കുട്ടിയോട് വീണ്ടും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അവരുടെ ദേഷ്യം കണ്ടപ്പോൾ ആ ചെറിയ കുട്ടിയും പേടിച്ചു പോയി. ഇനിയൊരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്നും തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോ തന്നെ ആ സ്ഥലത്തേക്ക് ശരിക്കും പുലി തന്നെ വന്നു. പുലിയെ കണ്ട കുട്ടി പേടിച്ചു വിറച്ചു. പേടിച്ചു പോയ ആ കുട്ടി എന്ന് ഉറക്കം നിലവിളിച്ചു. എന്നാൽ ഇത്തവണ ആട് മേയ്ക്കുന്നവർ, ആ കുട്ടി വെറുതെ പറയാണ്, നമ്മളെ എല്ലാവരെയും ദേഷ്യം പിടിപ്പിച്ച് കളിക്കാണവൻ എന്നും പറഞ്ഞ് അവരെല്ലാവരും അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങി. ആ കുട്ടിയുള്ള ഭാഗത്തേക്ക് അവര് തിരിഞ്ഞുപോലും നോക്കിയില്ല. ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാലോചിച്ച ആ കുട്ടി സുരക്ഷയ്ക്കായി അടുത്തുള്ള മരത്തിന്റെ മുകളിലേക്ക് കയറി അവിടെ ഇരുന്നു. എന്നാൽ ആ പുലി അടുത്തുണ്ടായിരുന്ന ആട്ടിൻകുട്ടിയെ പിടിച്ച് തിന്നാനും തുടങ്ങി. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ചെറിയ കുട്ടി പേടിച്ചു വിറച്ച് വൈകുന്നേരം വരെ ആ മരത്തിനു മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയതേയില്ല. അപ്പോ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച ആട് മേയ്ക്കുന്നവർ ആ ചെറിയ കുട്ടിയെ കണ്ടില്ലല്ലോന്നോർത്ത് ആ ഭാഗത്തേക്ക് വന്നു. അവനൊരു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ട് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഒരു പുലി വന്നതായും അതവിടെ ഉണ്ടായിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ച് തിന്നതായും പറഞ്ഞ് ആ ആട്ടിൻകുട്ടിയുടെ ശവശരീരത്തെയും കാണിച്ചു. ആട് മേയ്ക്കുന്നവർ അത്ഭുതപ്പെട്ടുപോയി. വീട്ടിലേക്ക് പോയതും അമ്മയോട് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞു. അമ്മേ, ഞാൻ ഇന്ന് കാട്ടിൽ ഒരു പുലിയെ കണ്ടു. ഞാൻ പുലി പുലിന്ന് വിളിച്ചു കൂവിയിട്ടും ആരും അങ്ങോട്ട് വന്നില്ല. നീ എപ്പോഴും നുണ പറയാറുള്ളതല്ലേ, അതുകൊണ്ടാണ് ഒരിക്കൽ നീ സത്യം പറഞ്ഞിട്ടും അവരാരും വിശ്വസിക്കാഞ്ഞത്. എന്താണ് കുട്ടികളെ, തമാശയ്ക്ക് പോലും നിങ്ങൾ ഒരിക്കലും നുണ പറയരുത്. സത്യസന്ധമായ സാഹചര്യത്തിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ പോലും അത് നുണയാണെന്നേ കരുതൂ. Hi kids! Hope you liked the video. Subscribe for more videos. Visit us in Facebook and Twitter. Thank you. Bye bye.